എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ദേ മേഘാലയയിലേക്ക് സിക്കിമിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ആന്ധ്രാപ്രദേശിൽ കയറി. അതെ, അപ്പോൾ മൂത്തിന്റെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് പിന്നെ ചേച്ചി ഏറ്റെടുത്തു. രാവിലെ 4 മണിയായപ്പോൾ എനിക്ക് ഡ്യൂട്ടി തന്നു. അതെ, ഞാനും കൂടെ വന്നു അല്ലേ. ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഡ്യൂട്ടി തുടങ്ങി. ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ്. അതെ, തുടക്കത്തിൽ നമ്മൾ ലേഡീസ് ഓൺലി ട്രിപ്പ് അല്ലേ. അതെ, ലേഡീസ് ഓൺലിയാ. അതെ, ജെൻസിനെ ഒന്നും ഇതുവരെ നമ്മൾ കൂട്ടിയിട്ടില്ല. അതെ, ഇവിടെ ഇഷ്ടം പോലെ മാമ്പഴം ഉണ്ട് കേട്ടോ. അതെ, മാമ്പഴത്തിന്റെ സീസണാ. കണ്ടോ, ഇവിടെ മറ്റേ പടുതായൊന്നും ഇട്ട് കെട്ടിയിട്ടില്ലെന്നേ ഉള്ളു അല്ലേ. അങ്ങനൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ നല്ല ചൂടായിരിക്കും. നമ്മളിപ്പോ ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ അടുക്കാറായി. ലോറികൾ കിടക്കുന്നുണ്ടോ എന്തോരെയാന്നോ? അതിന് ലോഡ് കേറ്റാൻ കിടക്കുന്നതാണോ? ലോഡിനായിട്ട് കിടക്കുന്നതായിരിക്കും. എല്ലാം കാലിവണ്ടികളാ. അതെ, ഇവിടെ തന്നെ ബ്ലോക്കാണല്ലോ. അവിടെ ഒത്തിരി ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. ശരിയാ കേട്ടോ. ആക്സിഡന്റ് വല്ലതും ആണോ നോക്കാം, അറിയത്തില്ല എന്നാന്ന്. അയ്യോ, ഇങ്ങോട്ട് നോക്കിയേ. നീ വണ്ടി ഇതിലേ വന്നേ. ഇതുണ്ടോ, അതിന്റെ അപ്പുറത്തേനെ ഒരു പിക്കപ്പും കണ്ടോ? പിക്കപ്പ് അതെ, ഡിവൈഡറെ കയറിയിരിക്കുക. പക്ഷെ എന്നാ സംഭവം മനസ്സിലായില്ലല്ലോ. മറ്റേ വണ്ടി ഓപ്പോസിറ്റ് വന്നു. അതൊരു മൊട്ട വണ്ടിയായിരുന്നേ. ആ വണ്ടിക്കകത്തെ ഡ്രൈവർ കുരുങ്ങിയിരിക്കും, ഇതുവരെ എടുത്തിട്ടില്ല അതിനകത്ത്. ഇപ്പൊ അങ്ങോട്ട് നടന്നാന്ന് തോന്നുന്നു. ഇപ്പൊ നടന്നോളന്നേ. പക്ഷെ ആ മൊട്ട വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാണല്ലോ. റോങ് സൈഡ് കയറി വന്നാ. അതായിരിക്കും. എന്നെ വണ്ടി നിർത്തിയേ. ഞങ്ങളെ ചിറ്റെ പറഞ്ഞ് ഞാൻ പാല് മേടിക്കാൻ വിട്ടതാ. അതേ വരുന്നു. കിട്ടിയില്ലേ? പാല് കിട്ടിയില്ലേ? പാല് കിട്ടിയില്ല. പാലും പാത്രം അവിടെ ഇരിക്കുന്ന കണ്ടോണ്ടാ ഞങ്ങള് പോയത്. പോയതാ. കുറച്ച് കൂടുതൽ നടന്നു തോന്നുന്നു. അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട്. ഞാൻ നോക്കിയപ്പോ ഇവിടെ വണ്ടി കാണാനില്ല. പിന്നെ ബാബാ കേറുക. ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉറക്കമായിരുന്നു, സുഖ ഉറക്കം. നമ്മള് വീട്ടിൽ നിന്ന് പോന്നിട്ട് വണ്ടി ഇതുവരെ നിർത്തിയില്ല. ഇല്ല, കണ്ടിന്യൂസ് ഓടി പോരുമായിരുന്നു. കിലോമീറ്റർ എത്രയായെന്ന് അറിയാവോ? 1100 കിലോമീറ്റർ എടുക്കാറായി. ആണോ? വീട്ടിൽ നിന്ന് പോന്നിട്ട്. സൂര്യ ഇതേ ഓരോരുത്തർ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ? ഉറക്കമൊക്കെ നല്ല സുഖമായിരുന്നു. ചായ വെച്ചോന്ന് അറിയാൻ വേണ്ടി എഴുന്നേറ്റ് വന്ന. പാല് മേടിക്കാൻ വണ്ടി നിർത്തിയ പണി കിട്ടിയത്. മണത്തറിഞ്ഞെന്ന് തോന്നുന്നു. പാല് മേടിച്ചോ? കിട്ടിയില്ല. പാലൊന്നും കിട്ടിയില്ല. എവിടെയെല്ലാം നിർത്തി കടുങ്കാപ്പി വെക്കാം. വീട്ടിലെ മുതിർന്ന ആളോട് ചോദിക്കാം നമുക്ക്. രാവിലെ എന്നാ അച്ഛമ്മ ഉണ്ടാക്കുന്നേ? ഞങ്ങളോർത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി തരൂന്നാ പറഞ്ഞത്. അയ്യോ, എനിക്ക് ഇവിടെ ഉണ്ടാക്കാൻ അറിയത്തില്ല. എന്നാ ഞങ്ങള് ഒരു കാര്യം ചെയ്യാം, നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും ഒരു അടുപ്പ് കൂട്ടിയാലോ? പക്ഷെ എനിക്ക് കഞ്ഞിക്കലോ ഒന്നും എടുത്തില്ല, ഞങ്ങള് കുക്കറേ എടുത്തുള്ളൂ. കുക്കർ വെച്ചാ മതി. ഇതേ ഒരു വണ്ടി ഇടിച്ചു വന്നു തോന്നുന്നുണ്ടോ? ഇടിച്ചു മറിഞ്ഞതേ കുഴി കിടക്കുന്നു. കേട്ടോ, ഇങ്ങോട്ട് നോക്കി. ആന്ധ്രയിലെ മലനിരകളൊക്കെ അതേ ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്നു. പക്ഷെ ഇന്നലെ തമിഴ്നാട്ടിലെ മലനിരകളും ഉണ്ടല്ലേ, നല്ല പച്ചപ്പല്ലായിരുന്നു. അപ്പൊ അത് മുൾച്ചെടിയില്ലേ കൂടുതലും? അതെ, ഇവിടെ മുൾച്ചെടി ഉണ്ട് ഇഷ്ടം പോലെ. ഹൈദരാബാദ് ലെഫ്റ്റിലേക്ക് 294, ഗുണ്ടൂർ 85, ഭുവനേശ്വർ 889. നമ്മളെങ്ങോട്ടാ പോന്നേ? നമ്മള് നേരെ കൊൽക്കത്ത. നമ്മളെങ്ങോട്ടാ പോന്നെന്ന് അറിയത്തില്ലേ? അല്ല, ആ വല്ല റൂട്ടിലും മാറി പോകുന്ന അറിയാനാ ചോദിച്ചേ. ഇതുവഴി ഉണ്ടല്ലോ, ഈ വഴിയുണ്ട് ലെഫ്റ്റിലൂടെ ലോറികളൊക്കെ പോകുന്നുണ്ടോ? ആ വഴി അങ്ങോട്ട് ഇറങ്ങിയാല് ഹൈദരാബാദ് പോവാം. ഇതല്ലേ, ഇത് ഹൈദരാബാദ് പോകുന്ന റൂട്ടാ. സൂര്യ, ഇത് എയർ സ്ട്രിപ്പാ. അടിയന്തര ഘട്ടങ്ങളിൽ വിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയേക്കുന്ന. പനന്തൊങ്ക് നിൽക്കുന്നു, അതിലെല്ലാം ഉണ്ട് കേട്ടോ. അതിന് പെയിന്റ് അടിച്ചു വെച്ചേക്കുന്നേ. അതന്നെയാണോ? ചൂടെടുക്കാതിരിക്കാനോ? അവന് തുരിശടിക്കുന്നത്. അതെ, കുമ്മായ മാറിപ്പോയി. തുരിശടിക്കൂല്ലോ റബ്ബറിനല്ലേ? അതെന്തിനായിരുന്നു? മറന്നുപോയി. ആണോ? വലിയ വലിയ എസ്റ്റേറ്റുകളിലൊക്കെ, റബ്ബർ എസ്റ്റേറ്റുകളിലൊക്കെ ഈ തുരിശടിക്കുന്ന ഹെലികോപ്റ്ററിലായിരുന്നു. ഹെലികോപ്റ്ററിലൊക്കെ? ഇങ്ങോട്ടൊക്കെ എന്നാ പച്ചപ്പാ. ഇങ്ങോട്ട് പച്ചപ്പുണ്ട്. ഈ വഴിയില് സൈഡിൽ കൂടെ ഒക്കെ ഇഷ്ടംപോലെ പന നിക്കുന്നതാണ്. പക്ഷെ
ആന്ധ്ര വെച്ച് ഇന്ന വരെ പനന്നൊന്നും കിട്ടിയിട്ടില്ല. ടോൾ പ്ലാസയിൽ ഒരു തിരക്കും ഇല്ലല്ലോ. ഇങ്ങനെ വേണം ടോൾ പ്ലാസകളായി കഴിഞ്ഞാൽ തിരക്കുണ്ടാവാൻ പാടില്ല. ഇവിടേക്ക് ഇഷ്ടംപോലെ ബ്രേക്ക്ഫാസ്റ്റ് കടകളുണ്ട്, കഴിച്ചാലോ? നമുക്ക് ഉണ്ടാക്കി കഴിച്ചാ പോരെ. ദോശയൊക്കെ കിട്ടും കേട്ടോ, ദോശ ഇഡ്ഡലിയൊക്കെ കിട്ടും. ആ മറ്റേ ഉണ്ണിയപ്പം പോലെ തന്നെ ഇരിക്കുന്ന സാധനല്ലേ? അല്ല കൊച്ചേ, പിന്നെ ഒണിയനപ്പം, ഊത്തപ്പം. ഊത്തപ്പം. ഉണ്ണിയപ്പം പോയതാ. കൊൽക്കത്ത 1308 കിലോമീറ്റർ. സൂര്യ, നമ്മളിപ്പോ NH-16 കൂടെ പോന്നേ. ചെന്നൈ കൊൽക്കത്ത ഹൈവേയിലൂടെ. ഈ കൊൽക്കത്തക്കല്ലേ നമ്മള് പോകുന്നേ? കൊൽക്കത്ത കഴിഞ്ഞ് നമുക്ക് പോണം കേട്ടോ. എല്ലാ ചോളവും അങ്ങാണ്ട് കൊണ്ടുവന്നു. ചോളം വിജയവാഡക്ക് ഇനി 85 കിലോമീറ്ററോടെ ഉള്ളൂ. അതിന് മുമ്പ് എവിടെയെങ്കിലും നിർത്തി നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടോ കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇനിയിപ്പോ തണലിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ പ്ലാൻ എയിൽ നിന്നും നമ്മൾ പ്ലാൻ ബിയിലേക്ക് മാറിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് മസാല ദോശയാ. അതെ അതെ, നമ്മുടെ കേരളത്തില് മസാല ദോശ വെച്ചിട്ടില്ലല്ലോ. ഇല്ലില്ല. അത് ആലോചിച്ച് വന്നപ്പോഴാണ് ദോശമാവ് നമ്മുടെ കയ്യിലുണ്ടെന്ന് ഓർത്തത്. അതെ. ഇനി നല്ല പാർക്കിംഗ് സ്ഥലം നോക്കി വണ്ടി ഒതുക്കിക്കോ. അപ്പൊ മസാല ദോശക്കകത്തിടാന് സവാളയും പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇത്രയേ ഉള്ളല്ലേ? അത് മതി. പിന്നെ ഇച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചിയും കൂടെ എടുക്കാമല്ലായിരുന്നു? ഇഞ്ചി എടുത്തില്ല. ഇഞ്ചി വേണ്ട, ഇഞ്ചി കടിച്ചാണ്. പുത്തേ ട്രാവൽ വ്ളോഗിന്റെ മേഘാലയ സിക്കിം യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാമി എനിക്ക് ദാമി തിരിഞ്ഞെടുക്കുന്ന എണീറ്റ് മസാലദോശക്കുള്ള സാധനങ്ങൾ വെക്കുവാണോ? ആദ്യമേ മസാല ദോശക്കുള്ളത് കുക്കറിനകത്തൊരു അടുപ്പേ കയറ്റുവാണെങ്കിൽ ഇതിരുന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തി ഒന്നും വേണമെന്നില്ല, മസാല ദോശയല്ലേ വേണ്ടേ? എന്തിനാ ചമ്മന്തി? ചുമ്മാ വെച്ചാൽ ഉപ്പും കൂട്ടി കഴിക്കും. അല്ല, മസാല ദോശ ചുമ്മാ വെച്ചാൽ മതി. അതെ. അതിന് മസാല ഉണ്ടല്ലോ, പിന്നെന്തിനാ ചമ്മന്തിക്ക്? വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഇത് അടുപ്പേ വെക്കട്ടെ. മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് കിഴങ്ങും ക്യാരറ്റും സവോളയും 2 വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് ഈ ശകലം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പെട്ടെന്ന്. അവിടെ മസാല ദോശ വെക്കുന്നവിടെ ചോറും കൂടെ വെച്ചേക്കാം. മീൻകറിയൊക്കെ ഇരിപ്പില്ലേ? വീട്ടിൽ മീൻകറി ഇരിപ്പ് കൊണ്ടുവന്നു, പുളിശ്ശേരി ഇരിപ്പുണ്ട്. ചമ്മന്തി വെക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ചമ്മന്തി വെക്കുന്നുണ്ടോ? ചമ്മന്തി ഇച്ചിരി അരച്ചേക്കാം. അപ്പം ചമ്മന്തി അരയ്ക്കണമെങ്കിൽ ജനറേറ്റർ ഓണാക്കണം, മിക്സി വർക്കാവണ്ടേ? അതെ അതെ. ചമ്മന്തി റെഡിയായില്ല, റെഡിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അരയ്ക്കുന്നതേ ഉള്ളൂ. കിഴങ്ങും സവോളയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മസാല ദോശക്കുള്ള അരപ്പ് എണ്ണ ചേർക്കാം. മസാല ദോശക്കുള്ള മസാലക്ക് എണ്ണ ചേർക്കാം. അത് തന്നെ. അപ്പൊ എണ്ണ ചൂടായി, ഞാൻ കടുക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല, വേറെ പരിപ്പ് അങ്ങനെ ചെറിയ അതൊക്കെ ചേർക്കും. പക്ഷെ നമ്മുടെ അടുത്ത് കുറച്ച് ക്യാഷ്യൂ ഉള്ളു. അത് ഞാൻ കുറച്ച് ക്യാഷ്യൂ എടുത്ത് ഒടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇടക്കാൻ മറന്നുപോയി. എന്നാ ഇനി കറിവേപ്പില ചേർക്കണ്ട, നേരെ ഇതങ്ങ് ഇട്ടു ഉടച്ചിടുവാണോ അതോ? അത് എന്നിട്ട് വെച്ചിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് പോലെ കുഴച്ചെടുക്കാം. ആദ്യം ഇനി നമുക്ക് വേവിച്ചു കൊടുത്ത കിഴങ്ങ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായിരുന്നു. ചൂട് ഇപ്പൊ ഇനി ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുത്താൽ മതി. മസാല ദോശക്കുള്ള മസാല റെഡി. അപ്പോൾ അതെ, ചമ്മന്തിക്കുള്ള കടുകൊക്കെ പൊട്ടിച്ചു. ഇനിയിപ്പം തേങ്ങ ഇട്ട് കൊടുക്കുക, അരപ്പ്. അപ്പോൾ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ചട്നി അരയ്ക്കുമ്പം ചിലപ്പം ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർക്കും. നല്ല ഇച്ചിരി ഉപ്പ് കുറവാണ്. മസാല ദോശയ്ക്കുള്ള മസാലയും ചട്നിയും റെഡിയായി. ഇനി നമുക്ക് ദോശ ചൂടാം. ഇത്രയും പറഞ്ഞാൽ മതിയോ? മസാല ദോശ റെഡി കേട്ടോ. നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. ഇതാണ് തട്ടിക്കൂട്ട് മസാല ദോശ. അതെ. അച്ഛമ്മേ, മസാല ദോശ എങ്ങനെയുണ്ടെന്ന് നോക്ക്. അതിനകത്ത് ക്യാഷ്യൂ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ക്യാഷ്യൂ ഉണ്ട്. നിങ്ങൾ അരച്ചോ? കണ്ടില്ലല്ലേ? അല്ലാതെ ഇട്ടോ? ഞാൻ കണ്ടില്ല, ഒന്നും അറിഞ്ഞില്ല. എങ്ങനെയുണ്ട് മസാല ദോശ? നല്ല മീൻ വറുത്തത് വേണോ? മീൻ വറുത്തത് വേണോ? ആ, മസാല ദോശക്ക് എരിവില്ല, അതുകൊണ്ട് കുറച്ച് എരിവിന് ഇത്തിരി മീൻ കറി, എത്രേ ഉള്ളൂ.
പച്ചമുളക് ഇട്ടില്ലല്ലേ? പച്ചമുളക് ഇട്ടില്ല, വേഗം വെച്ചത്. പച്ചമുളക് ഒന്നും ഇട്ടില്ല, പക്ഷെ നല്ല മസാല, പക്ഷെ അധികം ഇതൊന്നുമില്ല. ഇപ്പോൾ കാപ്പിയുടെ ഒക്കെ കഴിഞ്ഞു, ഗ്ലാസ് ഒക്കെ തുടച്ച് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയമൊക്കെ പോയി കാപ്പി പിടിക്കാനൊക്കെ നിർത്തി. എന്നപ്പോൾ നമുക്ക് പോയേക്കാം. പോയേക്കാം. ആന്ധ്രയിൽ കയറിയ പിന്നീട് വഴി നല്ല വഴിയാണ്, ഫുൾ 6 ലൈൻ. അതെ. ആന്ധ്രയിൽ കൂടെ നമ്മൾ ഒരു 1000 കിലോമീറ്റർ ഓടുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ നമ്മൾ കണ്ടിന്യൂസ് ഓടി പോകുന്നതുകൊണ്ട് ഒരു 400 കിലോമീറ്റർ 500 കിലോമീറ്റർ അടുത്ത് ഓടിയെന്ന് തോന്നിപ്പോ. ഓടി നമുക്ക് സർവീസ് റോഡ് വഴി പോയാലോ? എന്തിന്? ചെറിയ വഴിയൊക്കെ പോയിട്ട് എന്താ ഭംഗി ആസ്വദിച്ചിട്ട് വരാം. അത് ഇവിടെ ഇരുന്നാലും സർവീസ് റോഡിന്റെ അപ്പുറത്തുള്ള കൃഷി കാണാം. ഇവിടെ ഇരുന്ന് ആസ്വദിച്ചാൽ മതി തൽക്കാലം. അതിന് നമുക്ക് വില്ലേജസ് കൂടെ പോണം, ഗ്രാമങ്ങളിലൂടെ പോണം. അങ്ങനെ പോവാം. നമ്മൾ മേഘാലയയിലേക്ക് ചെല്ലുമ്പോൾ ഗ്രാമങ്ങളിലേക്ക് കയറൂലോ. ഭയങ്കര ചൂടാ, അടിപൊളി ചൂടാ. ഭയങ്കര ചൂടാ. ഇതുവഴി എല്ലാം ചൂട് കയറുന്നു ഭയങ്കരമായിട്ട്. ഇങ്ങോട്ട് നോക്കിയേ, കൃഷിസ്ഥലം എല്ലാം ഉണങ്ങി കരിഞ്ഞു കിടക്കുന്നുണ്ടോ? വിളവെല്ലാം കഴിഞ്ഞതായിരിക്കും അല്ലേ? വിളവൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പം വേനൽക്കാലം കഴിയണം. അതെ, ആന്ധ്രയിലെ റോഡ് കാണുമ്പോഴേ റോഡിന് നല്ല വീതിയൊക്കെ അല്ലേ, നല്ല ടാറിങ്ങും, അന്നേരം വണ്ടി ഓടിക്കാൻ തോന്നുവേ. എന്നാ പിന്നെ ഇനി ഡ്രൈവിംഗോടെ ഞങ്ങള് പഠിപ്പിക്കാം. പഠിപ്പിക്കുവാണെങ്കിൽ ഓടിക്കാൻ തോന്നും. ഇങ്ങോട്ട് നോക്കിയേ, രണ്ടുപേര് കൈ കാണിക്കുന്നു. അപ്പോഴേ ഇവന് ഇന്നലെ ഉറങ്ങിയില്ലേ വെളുപ്പിന്. അപ്പം ആരെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ ലോറി ഓടിക്കാം. അല്ല നിങ്ങൾ വേണം 3 ലേഡി ഡ്രൈവർമാർ ഇനി പോരെ. അന്നേരം ഇതാരും ഓടിക്കും അല്ലേ? അല്ലേ, ഇതിൽ ഒരാള് പോരെ. അല്ല ചേട്ടൻ പോണ്ടേ? ഞങ്ങളും അങ്ങോട്ടാ, ഞങ്ങളും അങ്ങോട്ടാ. പക്ഷെ വെള്ളച്ചാട്ടത്തിൽ ഇവരെ പോകുള്ളൂ, ഞങ്ങൾ പോവുമല്ല. അങ്ങോട്ട് ലോറി പോവുമല്ല, ലോല പോകത്തില്ല, ചെറിയ വഴിയാ. അതോ ഐസ മഞ്ഞിനകത്ത് പോണോ? മഞ്ഞിനകത്ത് പോണോ, വെള്ളച്ചാട്ടത്തിൽ പോണോ, വനത്തിൽ പോണോ, എവിടെ പോണ്ടേ? സൂര്യക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കാത്ത ഭയങ്കര കഷ്ടം. അപ്പൊ അതുകൊണ്ട് സൂര്യ കൊണ്ട് പോയി വണ്ടി എടുത്തോ. നമുക്ക് പോയേക്കാം. 66 ഓടിച്ചിട്ട് ഒത്തിരി കാലമായി അല്ലേ? ലോലോയെ കണ്ടപ്പോഴാ ജാമിക്കുട്ടിക്ക് ഒരു സന്തോഷമായല്ലേ? അതെ, ക്യാരവന്റെ അതെ ക്യാബിനകത്തിരിക്കാൻ ഭയങ്കര ചൂടാ. ബാക്കിലിരിക്കാൻ കുഴപ്പമില്ല. അതിനെന്നറിയോ, ഗ്ലാസ് വലുത് അതൊരു കാര്യം, പിന്നെ അതിന്റെ സൈഡിൽ കൂടെ അതിലേക്ക് വെളിയിൽ നിന്ന് ചൂട് കയറി വരുന്നുണ്ട്. ആന്ധ്രയിലെ ചൂടാണ് ചൂട്. അതെ, പക്ഷെ ഈ രാജസ്ഥാനിലൊക്കെ ഇതിലും ചൂടായിരിക്കുമല്ലോ അല്ലേ? അവിടെ 55 ഡിഗ്രി വരെയൊക്കെ വരുമല്ലോ. നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അന്ന് ചൂടായിരുന്നു, പക്ഷെ അന്നത്തെക്കാട്ടിലും കഴിഞ്ഞ വർഷത്തെക്കാട്ടിലൊക്കെ ഈ വർഷം ചൂട് കൂടുതലാണ്. വേലിക്കല്ല് പോന്നു. ആ കല്ലിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഇതേണ്ട ഒരു ചേട്ടൻ, 2 ചേട്ടന്മാര്. സൂര്യ തിരുപ്പതി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അല്ലേ? ഇപ്പൊ വേനലായതുകൊണ്ടാ, അല്ലെങ്കിൽ നല്ല അടിപൊളി നെൽപ്പാടങ്ങളൊക്കെ കാണായിരുന്നു. അല്ല, നെൽപ്പാടം അങ്ങോട്ട് ചിലപ്പോ കാണുമായിരിക്കും. പക്ഷെ ഇപ്പൊ കൊയ്ത്തൊക്കെ കഴിഞ്ഞു ഒത്തിരി ഇടത്തും. വന്ന വഴിക്കൊക്കെ ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ നമ്മള് ഗുണ്ടൂരെത്തി. സൂര്യ ആ വണ്ടി കണ്ടോ? ആ വണ്ടി എല്ലാം ലോഡ് ചെയ്തേക്കുന്ന വറ്റൽമുളകാ. ഇതുണ്ടോ ഭയങ്കര ആ ഹൈറ്റുള്ള ലോഡ് കണ്ടോ? അത് ഈ കാണുന്നതല്ല ഇവിടുത്തെ ഗോഡൌണുകളാ. കൂടുതലും വറ്റൽമുളകിന്റെ ആയിരിക്കും. വറ്റൽമുളകും വേറെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇവിടെ എന്തിനാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? അതുകൊണ്ട് 2 വണ്ടി പോകാൻ ഇച്ചിരി പാടാ. കോ ഡ്രൈവർ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കോ ഡ്രൈവർ തകർക്കുന്നുണ്ട്. പിന്നെ അല്ല, ആ സൈഡ് മണ്ണെടുത്തേക്കുന്നതുകൊണ്ട് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അതിലെ വണ്ടി വിടാത്തതാ. ഇഷ്ടം പോലെ വെള്ളം. ബാക്കിൽ ആരും ഇല്ലല്ലോ. ബാക്കിലിരിക്കാനായിട്ട് 3 പേര് മിസ്സിംഗ്. ഓ, അത് ശരിയാണല്ലോ. നൈറ്റ് സർവീസ് ബസ്സുകളാ എത്രയാണ് നടക്കുന്നത്. ലോറി ഉണ്ട് കേട്ടോ. അതെ, ഈ നൈറ്റ് സർവീസ് ബസ് പോലെ ആയിരിക്കും അല്ലേ ഈ കാറ്റാടിയുടെ ലീഫ് കൊണ്ടുവന്ന വണ്ടി? രാത്രി മാത്രമേ ലോഡുള്ളൂ? അല്ലല്ല, അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് ചിലടം രാത്രി ലോഡും, ചില സ്ഥലങ്ങൾ പകലും ഓടും. ലോറികളെല്ലാം തന്നെ പിന്നെ 24 മണിക്കൂർ സർവീസ് അല്ലേ. നൈറ്റും ഡേയും ഒന്നും ഇല്ലല്ലോ, രാത്രി ഒന്നോ പകലൊന്നോ ഒന്നുമില്ല. ലോറി ഡേ നൈറ്റ് സർവീസാ? ലോറി 24x365, അതാണ് ലോറി. രാത്രി എന്നോ പകലെന്നോ ഒന്നുമില്ല. നിങ്ങൾ നിൽക്കാൻ പോകുന്നല്ലേ? ദണ്ഡിയാത്രയുടെ തോന്നുന്നു സ്റ്റാച്യു ഉണ്ടോ?
ആ അമ്മയാ ഫ്രണ്ടിലിരിക്കുന്ന കേട്ടോ. ചമ്മയും കൊച്ചുമോളും ഉള്ളൂ. ഞാൻ ഇനി ഇവിടെ കിടക്കുന്നല്ല. ആണോ? ലോലോയിലാണോ? ആ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഇവിടെ ആണോ? 24 hours here. ഞാൻ ഇന്ന് കേൾക്കാൻ പോട്ടെ. ആ കിടന്നോ. അമ്മയ്ക്കത് ദൂരോട്ട് പോയായിരുന്നു. എവിടെ? ദൂരോട്ട് പോയി. ദൂരോട്ട് പോയോ? അമ്മയോ? അമ്മ ദൂരോട്ട് പോയെന്ന്. അല്ല അമ്മ ഇവിടെ കണ്ടില്ല. ദൂരോട്ട് പോയി. ആ മുത്തു ചേച്ചി അങ്ങ് ദൂരോട്ട് പോയി. അത് ആമക്കുട്ടി എന്നാ നമ്മളത് ദൂരെ പോവാൻ. ആ എങ്ങനുണ്ട്? ലോല ഇരിക്കുന്ന സുഖം അല്ലേ? കാരവണ്ടിയൊക്കെ ആ ഗുഡ് നൈറ്റ്. ആ ഉച്ചക്ക് ഇനി ചോറിനാൻ നേറ്റാ മതിയേ. ഇവിടെ കുക്ക് ചെയ്യാൻ മതിയേ. ആ അവിടെ കുക്ക് ചെയ്തേക്കാം. അത് വലിച്ചിടണ്ട, അല്ലേ തണുപ്പ് അങ്ങോട്ട് കുറച്ച് ഇവിടെ നിന്നുള്ള തണുപ്പ് വരികയല്ല. കട്ടനൊക്കെ ഇട്ട് ഞങ്ങൾ കിടക്കത്തുള്ളൂ. ആ ആണ്ട ഉറങ്ങി. എനിക്ക് കുറച്ച് ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യാണ്ട് കോള് വന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കോള് വരും. NH16 കാസ യൂസർ ഫീ പ്ലാസ. ഇവിടെ നമുക്ക് 650 രൂപയാണ് ടോൾ. അവിടെ നിർത്തണമെന്ന് പറഞ്ഞ വണ്ടിക്കാരൻ. രാവിലെ ഒരാളും വന്നായിരുന്നു, വണ്ടി എടുത്ത ഒരെണ്ണം വന്നായിരുന്നു. ഞാൻ പതുക്കെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഇപ്പം അമ്മയും കൊച്ചുമോളും മാത്രമേ ഉള്ളൂ. അതെ, ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ. പിന്നെ ആകാശ് പുറകെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇവിടെ ഇരിക്കുന്നതാണോ ബാക്കിലിരിക്കുന്നതാണോ നല്ലേ? ഇവിടെ ഇരിക്കുന്നതല്ലേ, ഇവിടെ ഇരിക്കുന്ന സുഖം അല്ലേ? കാഴ്ചകളൊക്കെ കണ്ട് കാഴ്ചകളും കാണാൻ ഇരിപ്പ് വരെ സുഖം. ഇതാ ആ ഇച്ചിരി പൊക്കമൊക്കെ ഉണ്ട്. ആ പുറയിലിരിക്കുമ്പം നേരെ ഫ്രണ്ട് കാണത്തില്ല, സൈഡല്ലേ കാണുള്ളൂ. ആ അതാ. അതല്ല ഇന്നലെ എല്ലാം ചൊവ്വിന് ഉറങ്ങി, എന്നിട്ട് മുമ്പേ ഉറക്കം വരുമായിരുന്നു. ആ ശരി. നിങ്ങളൊക്കെ മുത്തും നെല്ലിയൊക്കെ കുറച്ച് ഉറങ്ങിയല്ലോ. ഉറങ്ങിയുള്ളൂ. ഇവര് നിൽക്കാതെ പോരുമല്ലായിരുന്നോ? രാത്രി ഉറങ്ങിയ കൂടാതുണ്ടല്ലോ, നേരെ ഇവിടെ ഇരുന്ന് ഉറക്കം. ഇങ്ങനെ ഒടിച്ചിട്ട പോലെ. സൂര്യ, നമ്മളതേ കൃഷ്ണാനദിയെ ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിൽ ഒരു നദിയാണ് ഈ കൃഷ്ണാനദി. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ സംസ്ഥാനങ്ങളിൽ കൂടി ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു. 4 സംസ്ഥാനങ്ങളിൽ കൂടെ. അതെ, 1400 കിലോമീറ്ററോളം നീളമുണ്ട് ഈ നദിക്ക്. വീതിയുണ്ടോ? നമ്മളിപ്പം ബൈപ്പാസിൽ കൂടെ വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു നദിയൊക്കെ അധികം വീതി നമുക്ക് ഫീൽ ചെയ്യാലോ. പക്ഷെ പഴയ വഴി കൂടെ പോകുമ്പോ ഇതിലും വീതി അവിടെ ഉള്ള പോലെ തോന്നുന്നേ. പക്ഷെ ഇവിടെ പാലത്തിന്റെ നീളം എഴുതി വെച്ചേക്കുന്നത് 3.25 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളമുണ്ട്. പക്ഷെ വേനൽക്കാലത്തും അതുകൊണ്ട് നടുക്ക് എന്നിട്ടുണ്ടോ? സ്റ്റാർട്ടിങ് കുറച്ച് വെള്ളം ഉള്ളായിരുന്നു, നടുക്കുണ്ടോ എന്നിട്ട് കുറെ തുരുത്ത് പോലെ. അതുപോലെ തന്നെ ഈ 4 സംസ്ഥാനങ്ങളിലെയും ഒരു പ്രധാന ജലസ്രോതസ്സായി ഈ കൃഷ്ണാനദി. ഈ നദിയിൽ തന്നെ 3-4 അണക്കെട്ടുകളും ഉണ്ട്. നാഗാർജുന സാഗർ അണക്കെട്ടും ആൽമട്ടി അണക്കെട്ടും ഒക്കെ ഒരു മെയിൻ അണക്കെട്ടായി കൃഷ്ണാനദിയിൽ നിർമ്മിച്ചിരിക്കുന്ന. വിജയവാഡ ബൈപ്പാസ് ഓപ്പൺ ആയി. ഇതില് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അതെ, ഈടെ കണ്ടാണല്ലോ ഓപ്പൺ ആയത്. 2025 ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, 26-ൽ നമ്മൾ വന്നു. പക്ഷെ അന്നേരം മറ്റേ വഴിക്ക് തന്നെ വന്നേ. അതുകൊണ്ടായിരിക്കും ടൗണിലൊന്നും പോകണ്ട, നേരെ ബൈപ്പാസ് വഴി വരാം, ഒരു തിരക്കുമില്ല. അല്ലെങ്കിൽ വിജയവാഡ ഫുള്ള് ടൗണിൽ കൂടെ ആയിരുന്നു പാസ്സാകുന്നത്. പക്ഷെ ഉള്ളതുകൊണ്ട് തിരക്കൊന്നുമില്ല, പോരാം. പിന്നെ ചിലയിടത്തൊക്കെ സിഗ്നലുള്ളടത്ത് കുറച്ച് സമയം എടുക്കുമായിരുന്നു. ഇത് ഒന്നുമില്ല, ചുമ്മാ പോയാൽ മതി. 6 ലൈൻ ഹൈവേ. ഹൈദരാബാദ് ലെഫ്റ്റിലേക്ക്, വിശാഖപട്ടണം, ബാലാസോർ, വിജയവാഡയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത്. റൈറ്റിലേക്ക് പോയാൽ വിജയവാഡ ടൗണാണ്. കുഞ്ഞിക്കളി അങ്ങോട്ട് പോയി. ബൈപ്പാസുകളെ ഇങ്ങനെ വരണം കണ്ടോ, ഒന്നുമില്ല, റോഡ് മാത്രം ഇങ്ങനെ, ഒരു തടസ്സങ്ങളും ഇല്ല. പുതിയ NH16 ഇതുവഴിയായി. അത് ടൗണിൽ കൂടെ പഴയ 16 അതിലായിരുന്നു പോകുന്നത്, ഇപ്പം ബൈപ്പാസ്സായി, അത്രേ ഉള്ളൂ. 16 ഈ 16 അപ്പൊ 44 അതിപ്പോ അല്ലേ ഞാൻ എന്ന് പറഞ്ഞാൽ ടൗണുകൾ വികസിക്കുന്ന അനുസരിച്ച് അവിടുത്തെ തിരക്ക് കൂടുമ്പം ആ ടൗണിന് ബൈപ്പാസ് ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അപ്പം ഈ വിജയവാഡ പിന്നെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും മറ്റേ എലിവേറ്റഡ് ഹൈവേയാ, കിലോമീറ്ററുകൾ ടൗണിനകത്തൂടെ ഫ്ലൈ ഓവറിൽ കൂടെ പോയാൽ മതി. പിന്നെ ഒരു 2-3 സിഗ്നലുകളൊക്കെ ഉണ്ട്, അവിടെ വരുമ്പോൾ ചെറിയ തിരക്കൊക്കെ ഉണ്ട്. ലോറികൾ ഒത്തിരി പോകുന്നുണ്ടല്ലോ. ഇത് മെയിൻ ഒരു ഹൈവേ അല്ലേ, ചെന്നൈ കൊൽക്കത്ത ഹൈവേയാ. നമ്മൾ ഇന്നാളെ രാത്രി ഒന്ന് തുറക്കുന്നുണ്ട്, പേറ്റും മഴ, ടൗണിലെല്ലാം വെള്ളമല്ലായിരുന്നോ? അതിനുശേഷം വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നേ. അതാ ഞാനും പറഞ്ഞേ. അല്ല, അതിനുശേഷം വന്നു നമ്മളൊന്നുകൂടെ. ലാസ്റ്റ് എന്നാ നമ്മൾ പോയത്? ത്രിപുരയ്ക്ക് പോയതല്ലേ? ത്രിപുരയ്ക്ക് പോയിട്ട് പിന്നെ വന്നില്ല.
കുതിരയ്ക്ക് എന്നാ നമ്മൾ പോയി ഏത് മാസമായിരുന്നു? ആ അത് മഴയുള്ള ഒരു സമയത്തല്ലായിരുന്നോ? ഒക്ടോബർ നവംബർ എങ്ങാണ്ടല്ലേ ചേച്ചി? ആ സമയത്തായിരുന്നു അത് വണ്ടി ചെടി താന്നു പോയതൊക്കെ. ആ അതെ. മൈലവാരം, ഏലൂര്, ശ്രീകാകുളം, ബാലാസോർ, NH16. ഗോതമ്പാണോ ചേച്ചി? ഗോതമ്പാടോ അല്ല, അരി, നെൽപ്പാടവാ. നെല്ല്. വിളയാറായി നിൽക്കുക അത്. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നെൽകൃഷിയാ. ഇതല്ലേ കൊയ്ത് വെച്ചേക്കുന്നുണ്ടോ? ഇത് അത് ആ പാടത്. ഇത് കൊയ്ത് വെച്ചേക്കുവാണോ അത്? ആ ഞാനോർത്ത് അടുത്ത നടാനായിട്ട് ഈ ട്രാക്ടർ കൊണ്ട് ഇങ്ങനെ വെക്കല്ലേ? ആ അല്ലല്ലേ. അല്ലല്ലേ? അടുത്തത് നടാൻ കൊണ്ട് വെക്കുമല്ലേ? ഇത് വാരി വിതറുവല്ലേ, വിത്ത് വിതയ്ക്കുകയല്ലേ? അല്ല, നടാനായിട്ട് ഇങ്ങനെ അത് ഞാറ് നടുന്നേ. അത് തന്നെ, അതിനു വേണ്ടി ഒരുക്കിയിട്ടേക്കോന്ന് വിചാരിച്ചു. ഇപ്പൊ സീസൺ അല്ലാത്തോണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആന്ധ്രയിലേക്ക് കയറുമ്പോ തൊട്ടേ നെൽപ്പാടം കാണാം. ഇന്നാളെ ചേച്ചിയും മുത്തൊക്കെ ഇവിടെ അല്ലേ ഞാറ് നട്ടത്? ഞാൻ നട്ടത് തെലുങ്കാനയിലാ. ആണോ? മുത്താണ് ഇവിടെ നട്ടെ? മുത്ത ആന്ധ്രയിൽ നട്ടത്. അത് എവിടെയാണോ വിളഞ്ഞോ നോക്കിയാന്ന് നോക്കായിരുന്നു. അത് വിളഞ്ഞ് കൊയ്ത്തം കഴിഞ്ഞു. അതെ. കൊൽക്കത്ത 1231 കിലോമീറ്റർ. ഇതിപ്പോ നമ്മൾ എവിടെ ചെന്നാ ഇറങ്ങും? നമ്മൾ വിജയവാഡ കഴിഞ്ഞിട്ട് ബൈപ്പാസ് പണിയുന്ന കാണത്തില്ലായിരുന്നു നേരത്തെ പോകുമ്പോൾ. അവിടെ ചെന്ന് ഇറങ്ങും, ആ വഴിയിലേക്ക് ഒന്ന് കയറും, പഴയ വഴിയിലേക്ക്. ഇതുണ്ടോ നെല്ല് കൊയ്ത് ഉണങ്ങാനിട്ടേക്കുന്നത്. നമ്മളെ ലക്നൌന് പോയപ്പോ ഇതുപോലെ ചോളം കണ്ടില്ലേ ചേച്ചി? ചോളം ഇന്നലെയൊക്കെ ഉണ്ട്, ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഉണങ്ങാനിട്ടേക്കുന്നതോ? കുറച്ചുകൂടെ ഒക്കെ പണി തീരാനുണ്ട് കേട്ടോ ബൈപ്പാസിന്റെ. വിശാഖപട്ടണം, കൊൽക്കത്ത, ഹനുമാൻ ജംഗ്ഷൻ നേരെ നുന്ന. മേഘാലയയിലെ പെൺകുട്ടികളെ വിളിക്കുന്നതാണ് കൊച്ചുകുട്ടികളെ വിളിക്കുന്നത് നുന്നൂന്നോ നോനോന്നും ഒക്കെ. ആ താങ്ക്സ്. നിങ്ങൾക്ക് ആർക്കും വിശക്കുന്നില്ലേ? വലിയ വിശക്കുന്നില്ല. രാവിലത്തെ ദോശ ഏറ്റുപോയി. ഞങ്ങൾ ദോശ കഴിച്ച രാവിലെ. ചോറ് വെച്ചിട്ടുണ്ടോ? ചോറൊക്കെ വെച്ചു. ആ ശരി. കറിയോ? കറിയൊന്നും വെച്ചിട്ടില്ല. അല്ല, പുളിശ്ശേരി ഉണ്ടല്ലോ ചേച്ചി. ആ പുളിശ്ശേരി മീൻകറി ഉണ്ട്, അച്ചാറും ഉണ്ട്. എന്നാ മീൻകറി? ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന കേരയാണോ? അതൊക്കെ തീർത്തിട്ടാ പോകുന്നത്. അത് കേരയില്ല, ചൂരയാ. ആ ആ ഇത് കേര. ആടിന് ഇഷ്ടം പോലെ തീറ്റയതേ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തൂടെ നടക്കുന്നു. പിന്നെ എവിടെയെങ്കിലും നിർത്തുമായിരുന്നു, നമുക്ക് ചോറിനായിരുന്നു. ചോറിനൊക്കെ സൂര്യ, ആ ടോൾ പ്ലാസയുടെ പേരൊന്ന് വായിച്ചേ. അതാണ്ടേ പുതിയ ടോൾ പ്ലാസ ഇത്. എനിക്ക് കന്നഡ വായിക്കാൻ അറിയത്തില്ല. കന്നഡയല്ല, അതാണ്ട് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നു. വെഡുരു പൗലൂരു ടോൾ പ്ലാസ. വെഡുരു പൗലൂരു. ആന്ധ്രയിലാണോ കന്നഡയിൽ ബോർഡ് എഴുതി വെച്ചേക്കുന്നത്? അത് ശരിയല്ലോ. മാറിപ്പോയതാ, സ്ഥലം മാറിപ്പോയി. അല്ല, കണ്ടു കഴിഞ്ഞാൽ കന്നഡയും തെലുങ്കും ഇച്ചിരി സാമ്യമുണ്ട്. മറ്റേ ജിലേബി പോലെ ഇരിക്കുന്നത്. അല്ല, അത് കന്നഡ അല്ല തെലുങ്കും അല്ല എഴുതി വെച്ചേക്കുന്നത്, ഇംഗ്ലീഷും. അല്ല, അതിന്റെ സൈഡിൽ ഇതുണ്ട്, തെലുങ്കും ഉണ്ട്. ഞാൻ അതാ കണ്ടേ. അത് തെലുങ്കല്ലേ? ആ കന്നഡയല്ല, ആന്ധ്രയാണ്. ആന്ധ്ര ഭാഷ. ആന്ധ്ര ഭാഷയല്ല. ആന്ധ്രയിലും തെലുങ്കാനയിലും തെലുങ്ക. ഇത് രണ്ടും ഒറ്റ സംസ്ഥാനമായിരുന്നല്ലോ നേരത്തെ, വിഭജിച്ചതല്ലേ? മാനുവല ആള് നിന്ന് പുതിയതായോണ്ടാ പഴമയിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു. എല്ലാം സോളാറുണ്ട്, സോളാർ പാനൽ. ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി നിർത്തുമായിരുന്നു, ചാപ്പിടായിരുന്നു. ഇവിടെ നിർത്തായിരുന്നു, മൊത്തങ്ങ് പോയല്ലോ. ആ അവിടെ ഒതുക്കായിരിക്കും. ടോയ്ലറ്റ് ബ്ലോക്കൊക്കെ ഉണ്ട്, പക്ഷെ അത്ര സെറ്റപ്പാന്ന് തോന്നുന്നില്ല. ആളുണ്ട് ഇവിടെ, ക്ലീൻ ചെയ്യാനൊക്കെ ആളുണ്ട്. എന്നാ വലിയ കുഴപ്പം കാണുമല്ലോ. അപ്പൊ എന്നാ പിന്നെ ഇനി നമുക്ക് ചോറുണ്ടേക്കാം അല്ലേ? അപ്പൊ അതെ, ചൂട് കാരണം ഞങ്ങൾ ഷട്ടറൊക്കെ താത്തിട്ടേക്കുക. അപ്പൊ ചോറും മീൻകറിയുണ്ട്, ഇന്ന് മട്ടൻ ലിവർ ഫ്രൈ ഉണ്ട്, മോര് കാച്ചിയതുണ്ട്, അച്ചാറുണ്ട്. അതെ, ഇതില് ചോറ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇന്ന് വെച്ചത്. ബാക്കിയെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതാണ്. ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു, ചൂടാക്കി എടുത്തു. അതെ, ഫ്രിഡ്ജിൽ വെച്ചത് കഴിക്കില്ലെന്നൊക്കെ പറയും, ഞങ്ങൾക്കും അറിയാം. വീട്ടിലങ്ങനെ കഴിക്കാറൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ അതെ ഇതേ ഉള്ളൂ. നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? രാജേഷ് ബ്രോ, ഞങ്ങളെ ചിക്കൻ കറി ഒക്കെ വെച്ചത് നിന്റെ പൊന്നെ കൊച്ചു പിള്ളേരെ പോലെ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അയ്യോ, ഒരൊറ്റ ചിക്കൻ കറി കൊണ്ട് ഇങ്ങനെ എന്റെ കൂടെ വരുമ്പോഴും ഇത് തന്നെയാ പറയുന്നത്. ചേച്ചി ഇവനെ ഇടിക്കുന്നോ ഞാൻ ഇടിക്കണോ? അതെ, ഞാനിടിക്കാം. എവിടെ നിന്നൊക്കെയാണോ? അയ്യോ, അവന് മീൻകറി വേണ്ട. അപ്പൊ നമ്മള് ഊണൊക്കെ കഴിഞ്ഞു. ആകാശ് ബ്രോ മുന്നേ പോയി, നമുക്കും പുറകെ പോയേക്കാം അല്ലേ? ഇങ്ങോട്ടാ പോന്നെ? ആ, ഒരു ചെറിയ മഴക്കാറ് പോലെ കാണുന്നുണ്ടല്ലോ. മേഘാലയയിലൊക്കെ മഴയല്ലേ? ഇപ്പഴേ ഞാൻ പോയി കിടന്നുറങ്ങാ എന്നാന്ന്. രാത്രിയിൽ ഇനി ഡ്യൂട്ടി ഉള്ളതല്ലേ? ആ, കഴിഞ്ഞ ദിവസം പോവല്ലേ?
ഇങ്ങോട്ട് നോക്കിയാ പാടത്ത് തീ ഇട്ടേക്കുന്ന എന്നാ പുകയൊന്നുണ്ടോ? അതായിരിക്കും ചിലപ്പോ അന്തരീക്ഷത്തിലൊരു പുകമയം. അതാ ഞാനും ഓർത്തു. അതെല്ലാം ചോളമാ. ചോളം ഉണങ്ങി ചാക്കിലേക്ക് നിറയ്ക്കുക കയറ്റി വിടാൻ വേണ്ടിയിട്ട്. സർവീസ് റോഡിലേക്കാലോ ഉണക്കുന്നത്. ആ ഇത് കരിക്കല്ലേ വെച്ചേക്കുന്നേ? കരിക്ക് അതിന് ക്യാരറ്റാണോ? ക്യാരറ്റ് അല്ല ആ ചോളത്തിന്റെ ആ തണ്ട സാധനം അതെന്നല്ലേ അടുത്തെടുക്കുന്നേ. അത് വെറുതെ അല്ല, ക്യാരറ്റ് പോലെ അടപ്പുണ്ട്. അതുണ്ടോ പുക പോന്നെ കണ്ടോ? ഫാക്ടറിയിലെ പോക്കഴില്ല. ഞാനോർത്ത് പാടത്തിന് തീയിട്ടതായിരിക്കും. അല്ല അത് പോക്കഴിലുണ്ടോ അവിടെ? ബംഗാൾ ബസ് പോന്നെ കണ്ടോ? നല്ല കളർഫുള്ളാ. അത് കണ്ടോ? ഒരു കാറ് ചുരുട്ടിക്കൂട്ടി വെച്ചേക്കുന്നുണ്ടോ? അത് പോലീസുകാരെ ബാക്കിയുള്ളവർ കാണാൻ വേണ്ടിട്ട് അവിടെ വെച്ചേക്കുന്നത്. ഇതുണ്ടോ ഈ ട്രാക്ടർ പോകുന്ന സാധനം എന്നാന്നുണ്ടോ? എണ്ണക്കൊരു ഞാൻ മുള്ളേ കണ്ടുള്ളൂ. അത് ആട്ടിയ പാം ഓയിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ തന്നെ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ട്. അതാ സാധനം. അതിന്റെ തോട്ടം ഉണ്ടോ? അങ്ങോട്ട് തോട്ടമുണ്ട് ഇഷ്ടംപോലെ. ശരി, അതുകൊണ്ടോ ചെറിയൊരു ലോഡ് പോകുന്ന കണ്ടോ? പുള്ളർ കളപ്പാറൂർ ടോൾ പ്ലാസ. ഞാൻ ഇറങ്ങാൻ പോകാന്ന് ഓർത്തായിരുന്നു. അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ചേട്ടായിയെ മുത്തിനെയും കൂടെ ഇറക്കാൻ വിട്ടു. നമുക്ക് ഇവിടെ ഇരിക്കാം അല്ലേ? നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടെ ഇരിക്കാം. നമ്മളെ രാവിലത്തെ ഡ്യൂട്ടി തുടങ്ങിയത് വെളുപ്പിന് 4 മണിക്ക് തുടങ്ങിയ ഡ്യൂട്ടിയാ. അതെ. ഇപ്പോഴേ സന്ധ്യ കഴിയുമ്പോ നമുക്ക് കയറി കിടന്നങ്ങ് ഉറങ്ങാം. നൈറ്റ് ഡ്യൂട്ടി മിക്കവാറും നമുക്ക് കിട്ടും. സന്ധ്യക്ക് കിടന്ന് ഉറങ്ങുന്നവർക്കാ നൈറ്റ് ഡ്യൂട്ടി. ബൊഗൈൻവില്ല പൂത്ത് നിൽക്കുന്നുണ്ടോ? ഇതിങ്ങനെ നല്ല രസമല്ലേ? ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ നെല്ല് ഉണങ്ങാൻ ഇട്ടേക്കുന്നുണ്ടോ? എന്തോരെയാന്ന്? അതെ, നെല്ലെന്തേ ഇതെന്താ വെച്ചാ മറ്റേ ചോളത്തിന്റെ. ഇത് ചോളത്തിന്റെ ചോളം അടത്തി എടുത്തിട്ടേ അതിന്റെ ഇതാ അല്ല. ഇവിടെയൊക്കെ ചോളം ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. ചോളവും നെല്ലും അല്ലേ? ഇത് കണ്ടോ? കന്നുകാലിക്കൊക്കെ കൊടുക്കാനായിരിക്കും കൊണ്ടുവന്നേ. നെല്ല് കൊയ്ത് കൂട്ടി ചാക്കിൽ നിറയ്ക്കുന്ന സമയം കേട്ടോ ഇപ്പൊ. നോക്കി മണല് കൂട്ടി ഇട്ടേക്കുന്ന പോലെ ഉണ്ട്. ഇതെല്ലാം നെല്ല് നിറച്ചു വെച്ചേക്കുന്ന. സൂര്യ ഇതാ എണ്ണപ്പന നിക്കുന്നുണ്ടോ? ഇതിന്റെ കായ മുമ്പേ കൊണ്ടുവന്നേണ്ടേ കുരു. ഇതുണ്ടോ? ഇതാ സാധനം ട്രാക്ടറിൽ അത് വെട്ടിക്കൊണ്ടുപോന്ന ആഞ്ഞിലിച്ചക്ക പോലെ ഇരിക്കും. വലുതാ, ഒത്തിരി വെയിറ്റ് ഉണ്ട്. പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മേഘാലയ എന്നൊക്കെ കേൾക്കുമ്പം എപ്പോഴും മഴയുള്ള സ്ഥലം എന്നായിരുന്നു. ചിറാപ്പുഞ്ചി. ചിറാപ്പുഞ്ചിയെ കുറിച്ചാണ് നമ്മള് പഠിച്ചിട്ടുള്ളേ സ്കൂളില്. എപ്പോഴും മഴയാന്ന് ഓർത്തോണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. കല്ല് കുത്താൻ റെഡിയായിട്ട് നിൽക്കുക അവിടെ. ഇപ്പൊ രണ്ടുപേരോട് വഴക്കാണല്ലോ. ആപ്പാടെ ഒരു കല്ല് കുത്തിയല്ലോ. അവരുടെ അതേ ഒരെണ്ണം ഉണ്ട്, അതുകൂടെ എടുത്ത് കൊടുത്താൽ മതി. ആണിയുണ്ടോ? ആണിയൊന്നല്ല, കല്ല, ചെറിയ കല്ല, ആണിയല്ല. നല്ല റോഡല്ലേ? എണ്ണുന്നുണ്ട് കേട്ടോ, പൈസ മേടിക്കാനാ. വെളിച്ചപ്പാട് വരുന്നുണ്ട്, മേടിച്ചോ. അന്നേരം ആൺകുട്ടി കരഞ്ഞോണ്ടിരുന്നപ്പോ ചിരി വന്നു. നോക്ക്, ഈ സൈഡിലാ കൂടുതൽ കല്ല് കയറുന്നേ. ഈ സൈഡിലാ കല്ല് കൂടുതൽ കയറുന്നത്. അതുകൊണ്ടാ ആൺകുട്ടിക്ക് തന്നെ. ഞങ്ങൾ നോക്കട്ടെ, വാ. ഇത് കണ്ടോ? ഈ പ്രാവശ്യം ഡീസലടിച്ച കാശിനേക്കാളും എനിക്ക് തോന്നുന്നു കല്ല് കുത്തിയതിനായിരിക്കും കാശ് പോകുന്നത്. അല്ല, കല്ലില്ലല്ലോ ഇവിടെ, വഴി നല്ലതല്ലേ? വലിക്ക്. അത് ചേച്ചോട്ടിക്ക് കൊടുക്കണമെന്ന് തോന്നുന്നാല്. വേണ്ട ഒരു ഗുണമുണ്ട്, ഇതിനകത്ത് കേറി നിന്ന് കല്ല് കുത്താം. കണ്ടോ എന്താ ആക്റ്റീവ് ആന്ന് കൊച്ചു. നമ്മുടെ ചുമ്മാ അകത്ത് കയറിപ്പോ അവിടെ നിന്ന് നോക്കാം. കണ്ടോ, നമ്മൾ നോക്കണമെങ്കിൽ ഇത് പറ്റുമോ? തലയിടിക്കല്ലേ കേട്ടോ ഒരിടത്തും. എവിടെ ഇടിക്കാൻ? ഇവിടെ ഉണ്ട്, ഇപ്പറേ സൈഡിലുണ്ടായിരുന്നു. അവിടുത്തെ മൊത്തം എടുക്കട്ടെ. അതെ മോളില്. തനിക്ക് ആ സൈഡ് തന്നില്ലേ? അത് ഞാൻ ചുമ്മാ പറഞ്ഞ. തീർന്നു. ചേച്ചോട്ടിക്കാ മൊത്തം കിട്ടിയ.
ചേച്ചൂട്ടിക്ക് അതെ ചേച്ചൂട്ടിക്കാ കൂടുതൽ കിട്ടിയത്. അല്ല കുഞ്ഞിക്കളി വണങ്ങ ഇടത്ത് സൈഡിലാണ് കൂടുതൽ കല്ലുള്ളത് ഞാനൊന്ന് പറഞ്ഞില്ലേ, ഈ സൈഡിലെ കൂടുതലുണ്ടായിരുന്നു, അത് രാമൻകുട്ടിക്ക് കൊടുത്തു. അത് ഇന്ന വെച്ച് വെറുതെ പറഞ്ഞാ. ആര് കരയുന്നു തോന്നുന്നായിരിക്കും. ഇങ്ങോട്ട് നോക്കിയാ ഇടവേള കൃഷി ഉണ്ടോ? ശരിയാ. തെക്ക് ആ പനങ്ക, പനങ്കായല്ല, പനങ്കായല്ല, പന, എണ്ണപ്പന, കൊക്കോ. അടയ്ക്കാമരം കൂടെ വേണമായിരുന്നു. അടയ്ക്കാമരം ഇവിടെ ഇല്ല. കൊക്കോയുടെ കാ കണ്ടിട്ടുണ്ടോ? ഒരു ചെറുത് പറഞ്ഞോ. ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് പഴുത്ത്. രണ്ടല്ല അതിലുണ്ട്, വേറെയും കേട്ടോ, അവിടെയൊക്കെ ഉണ്ട്. ആരാ കൊക്കോ പറിച്ചേ? ചേച്ചി കൊണ്ടോക്കോന്ന് പറഞ്ഞു. ആ കൊണ്ടൊക്കെ എന്നാ പറഞ്ഞ ചേച്ചി മേടിച്ചോന്ന്. ചേച്ചി അനിയത്തി കൂടെ പറഞ്ഞു വേണ്ടാ കൊക്കോ ഇരിക്കുന്നു, രണ്ടെണ്ണം എടുത്തോണ്ട് പറഞ്ഞു. നമ്മള് പറഞ്ഞോ? കഴിഞ്ഞ പ്രാവശ്യം കപ്പളങ്ങ പറിക്കാൻ പറ്റുന്ന പോലെയാ വിട്ടിരിക്കുന്നത്. അല്ല അത് കുഴപ്പമില്ല, ഇടി കിട്ടുമ്പോ നീ കപ്പളയൊന്നും സാരമില്ല, ഇതൊക്കെ പറിച്ചോണ്ട് വന്നാ അവര് ഓടിക്കും പറഞ്ഞേക്കാം. പ്രോത്സാഹനം തന്നിട്ട് അവസാനം പറയുന്നുണ്ടോ? കൊക്കോടെ തൈ നട്ടുപിടിപ്പിച്ചേക്കുന്നുണ്ടോ? തെങ്ങിൻ തോപ്പിനകത്ത്. ആ ഇവിടെ ഈ തെങ്ങിൻ തോപ്പിനകത്ത് എല്ലാം കൊക്കോ വെച്ചിട്ടുണ്ട്. അവിടെ കശുമാവും ഉണ്ട് ആ സൈഡ്. കുഞ്ഞിക്കളി നമ്മുടെ കല്ല് ഒരു സൈഡേ കിട്ടുള്ളൂ. രാമൻകുട്ടി ഉറങ്ങും ഇച്ചിരി കഴിയുമ്പോൾ. രാമൻകുട്ടി എണീക്കുമ്പോഴത്തേനും നമുക്ക് അടുത്ത ട്രിപ്പ് നോക്കി കഴിയാം. നമ്മള് തന്നെ ഇന്നലത്തെ പോലെ വന്നാ മതിയായിരുന്നു. അതെ അല്ലേ? ലോറിയൽ അടുത്ത പ്രാവശ്യം ആയിക്കോട്ടെ. അല്ല ഇപ്പം എല്ലാവർക്കും ലോറിയെ കയറിയാൽ മതി. രാമൻകുട്ടി വഴക്കുണ്ടാക്കി കരഞ്ഞാ പോയി ആ വണ്ടിയെ കയറിയത്. ഇതേലെ ലോലോയിലെ വരുന്നുള്ളെന്നും പറഞ്ഞു. അതെ, കുറച്ച് ദിവസം അടുപ്പിച്ച് കാരവണ്ടിയിൽ ഇരുന്ന് കഴിയുമ്പോൾ ലോലോ വേണമെന്ന് പറയും, ലോലോയിൽ ഇരുന്ന് കഴിയുമ്പോൾ പറയും കാരവണ്ടി വേണം. അത്രേ ഉള്ളൂ. അതെ അല്ലേ? ആ ലോലോയ ഇഷ്ടം. ഞങ്ങള് ഫസ്റ്റ് ലോങ് ട്രിപ്പ് പോയത് ലോലോയിലാ അല്ലേ? കുഞ്ഞിക്കളി ഇനി അധികം സ്റ്റേറ്റ് ഒന്നും പോകാനില്ല ഇന്ത്യയില്. അതെ, കുഞ്ഞിക്കളി മണിപ്പൂര്, മിസോറാം, ത്രിപുര, ആ നോർത്ത് ഈസ്റ്റിലെ. ബാക്കി ഇങ്ങോട്ടുള്ള ഏകദേശം എല്ലാ സ്ഥലവും പോയി. നാഗാലാൻഡ് പോയിട്ടില്ല, നാഗാലാൻഡ് പോയി, അരുണാചലും പോയിട്ടില്ല. ആ ഇങ്ങോട്ടുള്ള 5-6 സ്റ്റേറ്റേ ഉള്ളൂ കേട്ടോ. അതെ, നോർത്തിലോട്ടുള്ള മിക്കവാറും എല്ലാ സ്റ്റേറ്റും പോയി. ഇതെല്ലാം കൂടെ കറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് ആ ഇന്റർനാഷണൽ പോയേക്കാം. പക്ഷെ സ്കൂൾ ഒന്നുമല്ല, ആ വേറെ ഫ്ലൈറ്റേ കയറി. ആ ഫ്ലൈറ്റ് അല്ലോ, ഞാനടുത്ത് വണ്ടി ഓടിച്ച് പോകാനായിരിക്കും. വണ്ടി പിടിച്ചു പോകണം. ആ ഏത് കോഴി ഫാമാ? എന്ത് കോഴിയാന്ന് നോക്കി. വലിയ കോഴി ഫാമാ. അപ്പുറേ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. അതേപോലെ തന്നെ ട്രക്ക് ലേബയിലെല്ലാം നെല്ല് ഉണങ്ങാനിട്ടേക്കുക. ഇവിടെ ആരും ലോറി ഒന്നും നിർത്തുന്നൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ ചുമ്മാ ട്രക്ക് ലേബേ ഉണ്ടാക്കിയിട്ടേക്കുന്നുള്ളതല്ലാതെ ആർക്കും ഉപയോഗിക്കുന്ന രീതിയിലൊന്നും അല്ല. ചേട്ടാ ഉറങ്ങാൻ പോയിട്ട് അധികം നേരം ഉറങ്ങിയില്ലല്ലോ. ഞാൻ ശാലം നേരം ഉറങ്ങിക്കഴിഞ്ഞപ്പം ചെറിയ ഒന്ന് മയങ്ങി ഏറ്റപ്പോഴത്തേനും പിന്നെ ഏറ്റു പോകുന്നു. അതുകൊണ്ട് ആ തെങ്ങിനകത്തൊക്കെ എന്നാ പച്ചപ്പാന്ന് നോക്കിയേ. ഈ പുല്ല അതിനകത്തല്ല, തീറ്റപ്പുല്ലാന്ന് തോന്നുന്നു. വിശാഖപട്ടണം. എന്ത് പെട്ടെന്നാ സമയം പോയ, സമയം 6:15. ഇന്ന് രാജസ്ഥാനിൽ ചെന്നപ്പോ നിങ്ങളും ഇങ്ങനല്ലേ ഓട്ടോയെ പോയേ? അന്നത്തെ ഡ്രസ്സ് കൊള്ളായിരുന്നു, രാജസ്ഥാനി പെൺകൊടിയായിട്ട്. നല്ലതായിരുന്നു കുഞ്ഞുങ്ങളി ബാക്കിലിരുന്നിട്ട്. ആ പക്ഷെ അത്ര സേഫ് അല്ല അത്. അതെ, ഇതുണ്ടോ, ഇതൊരു കനാലായിരുന്നു, ഒട്ടും വെള്ളമില്ല. താഴെ ഒരു ഫാമാ, എരുമ. പാലുണ്ടോന്ന് നോക്കിയാലോ? എരുമയുണ്ട്, പശുവുണ്ട് കേട്ടോ. ചിലപ്പോൾ പാല് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ 6 മണിക്കല്ലേ കറവക്കാരൻ വരുന്നത്. ആ അവിടെ പുകയില കൃഷിയുണ്ടോ ആ സൈഡില്? റൈറ്റ് സൈഡില്. അതൊന്നും ആയില്ല, വളർന്ന് വരുന്നേ ഉള്ളൂ. പുകയില മറ്റേ പുകയില ഇല്ലേ, മുറുക്കുന്നേ, അതും പിന്നെ ഈ അതിന്റെ ഇത് തന്നെയല്ലേ ഈ സിഗരറ്റും മേടിക്കാത്ത. അത് കുഞ്ഞിക്കിളി സിനിമ കാണാൻ പോകുമ്പോ അവിടെ ഒരു പരസ്യം കാണിക്കല്ലേ? അതെ, ക്യാൻസർ ഉണ്ടാവും പറയും. അതെ, ആ സാധനം അത് കണ്ടിട്ട് അന്നേരത്തിന് മുഖം പോയ കുഞ്ഞിക്കളുടെ. ഈ പുകയിലൊക്കെ വലിച്ചിട്ടാണ് ക്യാൻസർ ഒക്കെ വരുന്നത്. മുറുക്കാൻ അങ്ങനെ ചവയ്ക്കുമ്പോഴാണ് വായിക്കാത്തൊക്കെ ക്യാൻസർ ഒക്കെ, വായൊക്കെ പൊട്ടി ക്യാൻസർ ഒക്കെ വരുന്നത്. പാൻ പരാഗ്, അതെ, പാൻ മസാല എന്നൊക്കെ പരസ്യത്തിൽ പറയുന്ന കേൾക്കത്തില്ലേ? ഇതുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. നിക്കുന്നതാണ്. ആ ഇല ഉണ്ടോ? ആ ഇല കണ്ടോ? ആ പച്ച ഇല ഉണ്ട്. ഇത് ആ ഇല അവര് ഉണക്കി ഇങ്ങനെ കാണിക്കുക, എവിടെയെങ്കിലും കാണുമ്പോൾ ഉണക്കിയിട്ട് പിന്നെ അതുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് പ്രോസസ് ചെയ്താണ് അങ്ങനെ ആയി വരുന്നത്. അങ്ങനെ വരുന്നത്. പാല് കിട്ടുമോ നോക്കിയിട്ട് വരാം. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങത്തില്ല, അതിലൊന്നും ഇറങ്ങത്തില്ല. ഇതുണ്ടോ ചോളം? ആ
ഇത് പണ്ട് വണ്ടിയെ കൊണ്ടുപോകുന്ന കണ്ടോണ്ട് ഓർത്ത് ക്യാരറ്റാ കൊണ്ടുപോകുന്നേന്ന്. ചോള ഉണങ്ങാനിട്ടേക്ക് അങ്ങ് വരേണ്ടോ. പാലില്ലെന്ന്, പാലിന്റെ സമയം കഴിഞ്ഞു പോയി. ഞാൻ പിന്നെ പോയേക്കാം. ഇതേലിരുന്നാലേ ഐസ്ക്രീം കിട്ടുള്ളൂ. ലോലോയെ ഒന്നും ഐസ്ക്രീം കിട്ടത്തില്ല. വണ്ടി നിർത്തത്തില്ല. താൻ ആകാശൻ ചേട്ടന്റെ കൂടെ വന്നേരെ. ഇങ്ങോട്ട് വാ. അയ്യോ പിന്നെ നല്ല കൊച്ചാണ്. ആന്നില്ല കൊച്ചറിയില്ല അല്ലേ? കൊച്ചറിയാതെ വഴക്കുണ്ടാക്കിയ അല്ലേ? എന്നോട് പറഞ്ഞു ഞാൻ അറിയാതെ വഴക്കുണ്ടാക്കിയ, ഇനി ചേച്ചിട്ട് വഴക്കുണ്ടാക്കിയല്ല. നമ്മളിത് എത്ര കണ്ടതല്ലേ കുഞ്ഞിക്കിളി? സോഡി കണ്ടോ, എത്ര പ്രാവശ്യം സോഡി എന്ന് പറഞ്ഞു. ഏറ്റു കേട്ടോ, ഇനി അങ്ങനെയല്ല. ഇനി വഴക്കൊന്നും ഇല്ലല്ലേ താമി? ആ അതെ, കാലൊന്നും ഞങ്ങള് മാറിയിട്ടില്ല. അതെ, ആ കാലം തന്നെ അതുണ്ട്. ആകെ 2 കാലേ ഉള്ളത്, എങ്ങനെയാ മാറുന്നത് അല്ലേ? ആ ഞാൻ കാല് മാറുന്നോ? ഞാൻ എപ്പ കാല് മാറി? ഇല്ല, എനിക്ക് 2 കാലേ ഉള്ളൂ. അത് മാറാൻ പറ്റത്തില്ല. ഇല്ലില്ല വഴക്കൊന്നും ഉണ്ടാക്കിയല്ല. ചെറിയൊരു ലോഡ് പോകുന്നുണ്ട്, വഴി വീതി കൂട്ടാണ്ട്. അതുകൊണ്ട് 2 ലൈനേ ഉള്ളൂ. ഒരു സൈഡ് പണി നടന്നുകൊണ്ടിരിക്കുക. അവരേതൊക്കെയാലും ഇവിടെ ഒതുക്കി മുന്നോട്ട് തിരക്ക് കാരണമെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ രാജ്മന്ത്രിയായി. കുറച്ച് പേരൊക്കെ ഉറക്കമാണ്, കുറച്ച് പേര് വണ്ടി ഓടിക്കുന്നു. മെയിൻ ഡ്രൈവറും കുഞ്ഞിക്കിളിയൊക്കെ ഉറക്കമാണ്. മുത്ത് കാരവൻ ഓടിക്കുന്നു, ആകാശ് ഉറക്കം. നൈറ്റിൽ രാത്രിയിൽ കണ്ടിന്യൂസ് ഓടി പോകുന്നതുകൊണ്ടേ മാറി മാറി ഓടിക്കണം. അപ്പോൾ നമ്മൾ തുണി എന്ന സ്ഥലത്തെത്തി. അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുക. അപ്പം എന്നാ ഇന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. അതോ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കണം? എന്നാലും മതി. ഈ സ്ഥലപ്പേരെന്നാന്നറിയോ? ഇല്ല, നോക്കട്ടെ. തുണി. തുണി തുണി തുണിയോ? അത് കൊള്ളാല്ലേ. തുണി എന്നാ സ്ഥലപ്പേര്. TUNI തുണി. തുണി ഉണ്ടോ? അങ്ങോട്ട് നോക്ക്. തുണി കാണുന്നില്ലേ? ശരിയാ. ഇതന്നെ ഒരാളെ AC ഇട്ട് തണുപ്പിച്ച് വെച്ചേക്കണോ? അതെ, കുറച്ചേരായി. അവിടെ ഭയങ്കര ചൂടല്ലേ, അപ്പൊ ഞങ്ങൾ AC കൂട്ടിയിട്ട് എന്നാ പിന്നെ കുറച്ച് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടെ തിരിഞ്ഞു നോക്കിയാ മൂടി പോച്ചിരുന്നു, ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുവാ. ടേസ്റ്റി ബ്രെഡ് ടോസ്റ്റ് കഴിച്ചു. ഞാനിങ്ങനെ ഞാൻ ശ്രദ്ധിച്ച് ഇങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ വരട്ടി ഇടിച്ചു മറിച്ചോട്ടാ കഴിച്ചു. അതൊന്നും മൂത്ത് പോയതായിരുന്നു. പക്ഷെ ഇതുണ്ട്, അതൊക്കെ കറക്റ്റാ. അതൊക്കെ ഉണങ്ങണം. ഒരാള് ടേസ്റ്റ് കാരണം ബ്രെഡ് ടോസ്റ്റിനോട് അച്ചാർ വരെ കൂട്ടിയാ കഴിക്കുന്നത്. തീർന്നില്ലേ? ഇനിയും ഉണ്ടാക്കാൻ പോണോ? മതി. അത് എടുത്ത് വെക്കുന്നു. ഓരോ കട്ടൻ കാപ്പി ആർക്കൊക്കെ വേണം? കട്ടൻ ഒരു കട്ടൻ ഞാൻ കുടിച്ചോ. അത് കടുങ്കാപ്പിക്കകത്ത് നോക്കണ്ട, നെയ്യിട്ട് വെച്ചാ. തികഞ്ഞില്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇങ്ങനെ എടുത്ത് പോന്നു. ആകാശ് വണ്ടിയും കൊണ്ട് നേരെ പോയി. അവര് മുന്നേ പോയി. 66 കൊണ്ട് പോയി. 2 പേര് അതെ കിടക്കാനും പോയിട്ടുണ്ട്. വണ്ടി വിളിച്ചു, ഞാൻ ഫോൺ വിളിച്ചു. ആകാശേട്ടുണ്ട്. ആകാശേട്ട ചേച്ചൂട്ട് അവിടെ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞ ചേച്ചൂട്ട് എന്നോട്ട് ഇട്ടോ. ഞാൻ ഫോൺ വിളിച്ചു. ആകാശേട്ട അമ്മ 2 കൂടി വിളിച്ചു. എന്നിട്ട് വീട് വെക്കുന്നു എൻ്റെ കൂടെ. അച്ഛമ്മടെ ഉറങ്ങണോ? അച്ഛൻ്റെ ഫ്ലൈറ്റേ കയറിപ്പോയി. അച്ഛൻ ഫ്ലൈറ്റേ കയറിപ്പോയി. മുത്തുച്ചേച്ച എന്തിയെ? കൊച്ചു ആലോചിക്കട്ടെ എന്തിയെന്ന്. ചേച്ചൂട്ടി എവിടെ പോയതാ?
66 പോയി ലോലോയിലേ ലോലോയെ കിടക്കാൻ പോയി. അതേട്ടെ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നോട്ട് ഇട്ടേക്ക്. ആ ബസ്സൊക്കെ ഉണ്ടോ? ഒരു ലോറിയെ കയറാനുള്ള ലോഡുണ്ട് മുകളിൽ. അപ്പോൾ ഇച്ചിരി ഡീസൽ അടിച്ചോണ്ട് പോവാം. ടാങ്ക് ചെറുതായോണ്ടേ അല്ലേ? അതെ അതെ. ഇവിടെ എത്ര രൂപയെന്ന് നോക്കി. ഇവിടെ 97 രൂപ 3 പൈസ. സമയായി. ഞാൻ ബസ്സിലേക്ക് വിളിച്ചു, തലോണ ഇട്ടു, പിന്നെ പൊറുപ്പ് ഇവിടെ ഇട്ടു. ഇവിടെ 2 ബെഡുണ്ട്. 2 ബെഡ് വരിച്ചു. ആ നീ കിടന്നുറങ്ങാം. ആ എന്നാ കുന്നൈ നാളെ കാണാം. ഗുഡ് നൈറ്റ്.